ഹലോ. നമ്മൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? ഇനി പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതോർത്ത് ചിരിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, നമ്മൾ വിചാരിച്ചല്ല കേട്ടോ, ശരിക്കും എന്താ പറ്റുന്ന വെച്ചാൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയില്ലേ. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിൽ പറയുക, വളരെ കാഷ്വലായിട്ട് അത് പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ്, ഫ്രേസസ് നമ്മൾ പഠിക്കും. ഇത് പഠിച്ചു വെച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ആലോചിച്ച സെൻറ്റൻസ് ഉണ്ടാക്കണ്ട, ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് പടപടയും സംസാരിക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പഠിച്ച കുറച്ച് കാര്യങ്ങളുടെ ഹോംവർക്ക് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുമായിരുന്നു, അപ്പോഴാണ് അച്ഛൻ വിളിച്ചത്. എങ്ങനെ പറയും? ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സ്റ്റാർട്ട് ലഞ്ച് വെൻ മൈ ഫാദർ കോൾഡ് മീ. പല രീതിയിൽ പറയാം. ഓൾമോസ്റ്റ് എല്ലാവരും ഉത്തരങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് അവർ ഇപ്പോൾ ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു. എങ്ങനെ പറയും? ഇറ്റ് ലുക്സ് ലൈക്ക് ദേ ആർ റിയലി ബിസി അറ്റ് ദ മൊമെൻറ്റ്. നാളെ മീറ്റിങ്ങിന് പോകണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല, എനിക്കൊരു താല്പര്യമില്ല. അപ്പം എങ്ങനെ പറയാം? ഐ എം നോട്ട് റിയലി ഷുവർ ഇഫ് ഐ ഷുഡ് ഗോ ടു ദ മീറ്റിംഗ് ടുമോറോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരാളെടുത്ത് ഓൾറെഡി പ്രോമിസ് ചെയ്തു. ദ തിങ് ഇസ് ഐ ഹാഡ് ഓൾറെഡി പ്രോമിസ്ഡ് സമ്മൺ എൽസ്. ഇത് പല രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. തെറ്റായവരുടെ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻറ്റൻസ് ഒന്ന് നോക്കണമെന്ന്. ബാക്കി ഒട്ടുമിക്ക ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാണ് കേട്ടോ. അവസാനം പുറത്തു പോകുന്നതിന് പകരം എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ഐ എൻഡഡ് അപ്പ് സ്റ്റേയിങ് ഹോം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ ഫ്രേസസ് പഠിക്കാം. ആദ്യത്തത് ദെർസ് നോ പോയിന്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് വേർബ് ING ഫോമിൽ പറയാം. അതിൻ്റെ അർത്ഥം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അത് ചെയ്തിട്ടൊരു കാര്യമില്ല, ഒരു ഉപകാരത്തിലെത്തില്ല, അത് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദെർസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ഇറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വേർബ് ING ഫോം ഡൂയിങ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കണേ. അതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ പറയും? ദെർസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് അബൌട്ട് ഇറ്റ്. ആർഗ്യൂ എന്ന് വെച്ചാൽ തർക്കിക്കാം. ആർഗ്യൂയിങ് അബൌട്ട് ഇറ്റ്, അതിലൊരു കാര്യമില്ല. ദെർസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് അബൌട്ട് ഇറ്റ്. അത് മാറാനൊന്നും പോകുന്നില്ല. ഇറ്റ് വോണ്ട് ചേഞ്ച് എനിത്തിങ് അല്ലേ? ബസ് അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്, എന്നിട്ടും വരാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളെന്താ പറയാ? ഇനി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എങ്ങനെ പറയാ? ദെർസ് നോ പോയിന്റ് ഇൻ വെയിറ്റിംഗ് എനിമോർ. അവനെ ഞാൻ കുറേ പ്രാവശ്യമായി വിളിക്കണു, എടുക്കണില്ല, തിരിച്ച് മെസ്സേജ് ഒന്നും അയക്കണില്ല, ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറയും, ദെർസ് നോ പോയിന്റ് ഇൻ കോളിംഗ് ഹിം അഗെയിൻ. വീണ്ടും അവനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ദെർസ് നോ പോയിന്റ് ഇൻ കോളിംഗ് ഹിം അഗെയിൻ. ഇത് തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു ആളെ വിളിച്ചു, നമ്മുടെ ടാപ്പ് കേടാണ്, അടുക്കളയിലേക്ക് വെള്ളം വരുന്ന ടാപ്പ് കേടാണ്, അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു. അയാൾ വിളിച്ചിട്ട് എന്തോ ചെയ്തിട്ട് പോയി. പിന്നെ ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഒന്നും ശരിയായി, പക്ഷെ പിന്നെ ഇത് വെള്ളം ലീക്കാണ്. ഇനി അയാളെ വിളിച്ചിട്ടൊരു കാര്യമില്ല. ദെർസ് നോ പോയിന്റ് ഇൻ കോളിംഗ് ഹിം അഗെയിൻ. അപ്പോൾ പല സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ആ ഫ്രേസ് മനസ്സിലായോ? ദെർസ് നോ പോയിന്റ് ഇൻ വേർബിൻ്റെ ING ഫോം. ദെർസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ഇറ്റ്. അത് ഓർത്താൽ മതി, അപ്പം ബാക്കി സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് പറയട്ടെ. ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല, കഴിയണില്ല, അത്രയ്ക്ക് മണ്ടത്തരാണ് കണ്ടത്, അല്ലെങ്കിൽ അത്രയ്ക്ക് മണ്ടത്തരാണ് അത് ചെയ്യണത്, അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല സിനിമയാണ്, എത്ര കണ്ടാലും ചിരിക്കാതിരിക്കാൻ പറ്റില്ല. പറയാ ഐ കാൺട്ട് ഹെൽപ്പ്. അത് കഴിഞ്ഞ് ഡൂയിങ് ING ഫോം തന്നെയാണ്. ഐ കാൺട്ട് ഹെൽപ്പ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ചിരിക്കാനല്ല, എന്ത് വേണമെങ്കിലും ആവാം, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വേണമെന്ന് വെച്ചാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഐ കാൺട്ട് ഹെൽപ്പ് വേർബിൻ്റെ ING. അത് കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. ലോഫിങ് അല്ല കേട്ടോ, ലാഫിങ്. ലാഫിങ്. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. അത് കാണുമ്പോൾ വെൻ ഐ സീ ദാറ്റ് അല്ലേ? ഒരു പാടത്തൊരു കോലം വെച്ചിട്ടുണ്ട്, ഭയങ്കര രസമാണ്. അതിൻ്റെ ഇങ്ങനെ ഒരു ചട്ടിയുടെ മുകളിൽ ഒരു ആൾ വരച്ച് വെച്ചേക്കണം, പക്ഷെ കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ് വെൻ ഐ സീ ദാറ്റ്. അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റണേ ഇല്ല. എത്ര പേർക്കാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടായത്? അത് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റണില്ല അതിനെക്കുറിച്ച്. അവരുടെ ഒരു വിഷമേ മനസ്സിൽ നിന്ന് പോകണില്ല. ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ് കേട്ടോ, ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഇനി നമ്മുടെ കൂടെയുള്ളൊരു വർക്ക് ചെയ്യണ ഒരു ലേഡി, അവർ മിക്കവാറും ലേറ്റാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അങ്ങനത്തെ അവസ്ഥ, ലേറ്റ് ആവാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല, അത്രയും അവസ്ഥയാണ് വീട്ടിൽ. അപ്പോൾ വരുമ്പോൾ എപ്പോഴും ലേറ്റ് ആവും. അപ്പോൾ എങ്ങനെ പറയാ? ഷി കാൺട്ട് ഹെൽപ്പ് ബീയിങ് ലേറ്റ് സംടൈംസ്. സംടൈംസ് എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ലേറ്റ് ആവാതിരിക്കാൻ അവർക്ക് പറ്റില്ല.
ബസ് മിക്കവാറും വരില്ല. പിന്നെ അവർക്ക് അതിന് ഒരു 3-4 കുട്ടികളുണ്ടല്ലോ, ഒരെണ്ണം ചെറുതാണ്, നോക്കാൻ ആളില്ല. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടേ വരാൻ. ഷീ കാൺട്ട് ഹെൽപ്പ് ബീയിങ് ലേറ്റ് സംടൈംസ്. ഇടയ്ക്കൊക്കെ ലേറ്റ് ആവുന്നത് അവൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഷീ കാൺട്ട് ഹെൽപ്പ് ബീയിങ് ലേറ്റ് സംടൈംസ്. അവൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ നേരത്തെ വരണമെന്ന്, പക്ഷേ ഷീ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അങ്ങനെയും പറയാം. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഷീ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്, അവൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ല. ഷീ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. ഓക്കെ. അടുത്തത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, പക്ഷെ പിന്നെയാണ് കൂടുതൽ അതിനെക്കുറിച്ച് വാർത്ത വന്നപ്പോൾ അറിഞ്ഞെന്താന്ന് വെച്ചാൽ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയില്ല അവള്. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇറ്റ് ടേൺസ് ഔട്ട് കേട്ടോ, അതാണ് അടുത്ത ഫ്രേസ്. ഇറ്റ് ടേൺസ് ഔട്ട്. നമ്മൾ എന്താ വിചാരിച്ചത് സത്യം അതല്ല, അല്ലെങ്കിൽ റിസൾട്ട് അതല്ല, നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുക. നമ്മൾ ഇത്രയും കാലം അവൻ പറഞ്ഞത് കളത്തിലാണെന്നല്ല വിചാരിച്ചത്. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ഹി വാസ് റൈറ്റ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല അവൻ പറഞ്ഞത് സത്യമായിരുന്നു അല്ലെങ്കിൽ ശരിയായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ഹി വാസ് റൈറ്റ്. നമ്മൾ ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു, അവസാനം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് തെറ്റായ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമുക്ക് പോകേണ്ടത് ഓസ്ട്രേലിയയിലായിരുന്നു, നമ്മൾ ബുക്ക് ചെയ്തത് ഓസ്ട്രിയയിലാണ്. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വി ബുക്ക്ഡ് ദ റോങ് ഹോട്ടൽ. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് വി ബുക്ക്ഡ് ദ റോങ് ഹോട്ടൽ. അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന വിചാരിച്ചത്, അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് അവൾ പോയിന്ന്. ഇറ്റ് ടേൺസ് ഔട്ട് ഷീ ഓൾറെഡി ലെഫ്റ്റ്. ഇറ്റ് ടേൺസ് ഔട്ട് ഷീ ഓൾറെഡി ലെഫ്റ്റ്. നമ്മൾ വിചാരിച്ചത് അങ്ങനെയല്ല, അപ്പം വിചാരിച്ചതുപോലെ അല്ല സംഭവിച്ചത്. അപ്പോഴാണ് നമ്മളിങ്ങനെ പറയാം കേട്ടോ, ഇറ്റ് ടേൺസ് ഔട്ട് ഷീ ഓൾറെഡി ലെഫ്റ്റ്. എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ പറയാം, ഇറ്റ് ടേൺസ് ഔട്ട്. ഓക്കെ. അടുത്തത്, നമുക്കൊരു ശീലമായി എന്ന് പറയില്ലേ, കുറേ ചെയ്ത് അതിപ്പോൾ ശീലമായി. അങ്ങനെ പറയാ, ഐ എം യൂസ്ഡ് ടു ഡൂയിങ് ഇറ്റ്. ആ വേർബിൻ്റെ കൂടെ ING വേണം. ഐ എം യൂസ്ഡ് ടു. യൂസ്ഡ് ടു പറയുമ്പോൾ കുറച്ച് പാടുണ്ട്, അതുകൊണ്ട് യൂസ് ടു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എഴുതുമ്പോൾ D വേണേ. ഐ എം യൂസ്ഡ് ടു ഡൂയിങ് ഇറ്റ്. ഓക്കെ. വേർബിൻ്റെ കൂടെ ING ഫോം. ലേറ്റായി വർക്ക് ചെയ്യുന്നത് എനിക്ക് ശീലമായി. ഐ എം യൂസ്ഡ് ടു വർക്കിംഗ് ലേറ്റ്. ഐ എം യൂസ്ഡ് ടു വർക്കിംഗ് ലേറ്റ്. ഓ, എന്തൊരു വൃത്തിയായിട്ട കാലാവസ്ഥയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കണേ? ഓ, ഇതൊക്കെ ശീലമായി. ഐ എം യൂസ്ഡ് ടു ദിസ് കൈൻഡ് ഓഫ് വെദർ. ഈ കാലാവസ്ഥ, ഇത്തരം കാലാവസ്ഥയൊക്കെ എനിക്ക് ശീലമായി. കൊടും മഞ്ഞും നമ്മളെ എല്ലിനെ വിറങ്ങലിപ്പിക്കുന്ന തണുപ്പും. ഐ എം യൂസ്ഡ് ടു ദിസ് കൈൻഡ് ഓഫ് വെദർ. ഇപ്പം അത്രയും 5 വർഷമായില്ലേ ഇവിടെ കാനഡയിൽ വന്നിട്ട്. ഐ എം യൂസ്ഡ് ടു ദിസ് കൈൻഡ് ഓഫ് വെദർ. ഇവിടെ ക്ലൈമറ്റ് എന്ന് ഉപയോഗിക്കുന്നത് വെദർ ആണ് കേട്ടോ. ഐ എം യൂസ്ഡ് ടു ദിസ് കൈൻഡ് ഓഫ് വെദർ. വെദർ എന്ന് വെച്ചാൽ ഷോർട്ട് ടേമിലെ കാലാവസ്ഥയ്ക്കാണ് വെദർ എന്ന് പറയാം. ട്രെയിനിൽ എങ്ങനെയാണ് പോണത്? ഓ, ഭയങ്കര തിരക്കല്ലേ. ഓ, അത് ശീലമായി. ഐ എം യൂസ്ഡ് ടു കമ്മ്യൂട്ടിങ് ബൈ ട്രെയിൻ അല്ലെങ്കിൽ ട്രാവലിംഗ് ബൈ ട്രെയിൻ. ഐ എം യൂസ്ഡ് ടു ഇറ്റ് നൗ. ഇറ്റ്സ് ബിൻ 15 years. ഐ എം യൂസ്ഡ് ടു ഇറ്റ് നൗ. ഇപ്പം ശീലമായി എന്നുള്ള അർത്ഥം കേട്ടോ. ഇതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഐ യൂസ് ടു. ഇത് ഐ എം യൂസ് ടു. ഐ യൂസ് ടു എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ച ഫ്രേസാണ്. ഞാൻ ലേറ്റായി വർക്ക് ചെയ്യുമായിരുന്നു, ഇപ്പം ചെയ്യാറില്ല എന്ന് പറയാൻ ഐ യൂസ്ഡ് ടു വർക്ക് ലേറ്റ്. പക്ഷേ ഐ എം യൂസ്ഡ് ടു വർക്കിംഗ് ലേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം എനിക്കത് നോർമലായി, ശീലമായി. വ്യത്യാസം ഉണ്ടേ. ഐ എം യൂസ്ഡ് ടു വർക്കിംഗ് ലേറ്റ് എന്ന് വെച്ചാൽ ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ശീലമായി. ഐ യൂസ്ഡ് ടു വർക്ക് ലേറ്റ് എന്ന് വെച്ചാൽ പണ്ട് വർക്ക് ചെയ്യായിരുന്നു ലേറ്റായിട്ട്, ഇപ്പം ചെയ്യാറില്ല. ഓപ്പോസിറ്റ് അർത്ഥങ്ങളാണ് കേട്ടോ. അടുത്തത്, എനിക്കിതാണ് കൂടുതൽ താല്പര്യം. അതിന് പറയാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായി ഐ ലൈക്ക് ദിസ് മോർ എന്നൊക്കെ പറയാൻ ചാൻസുണ്ട്. കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഐഡ് റാദർ. ഐഡ് റാദർ. ഓക്കെ, അതാണ് ആ ഫ്രേസ്. ഐഡ് റാദർ കഴിഞ്ഞിട്ട് വേർബ് ഇവിടെ ING വേണ്ട, ബേസ് ഫോം മതി കേട്ടോ. പുറത്ത് പോണേക്കാട്ടും എനിക്കിവിടെ നിൽക്കണം താല്പര്യം. ഐഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ടു നൈറ്റ്. അപ്പോൾ പുറത്ത് പോകണേക്കാളും ഒന്നും പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നാളെ ഞാൻ പോവാം. ഐഡ് റാദർ ഗോ ടുമോറോ. ഞാൻ ഇന്ന് വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഐഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ടു നൈറ്റ്. എനിക്ക് നാളെ പോകാനും താല്പര്യം. ഐഡ് റാദർ ഗോ ടുമോറോ. നമ്മുടെ താല്പര്യങ്ങൾ. ഓക്കെ. ഐ വോണ്ട് ടു ഗോ ടുമോറോ എന്ന് വെച്ചാൽ എനിക്ക് നാളെ പോകണം. എനിക്ക് താല്പര്യം നാളെ പോകണമെന്നാണ്. ഐഡ് റാദർ ഗോ ടുമോറോ. എനിക്കിന്ന് വീട്ടിൽ നിൽക്കാൻ താല്പര്യം. ഐഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ടു നൈറ്റ്. ഓക്കെ. ഇന്ന് രാത്രി എനിക്ക് വീട്ടിൽ നിൽക്കുന്ന താല്പര്യം എന്നർത്ഥം. ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി. ടുഡേ നൈറ്റ് ആണ് ടു നൈറ്റ്. ടുഡേ നൈറ്റ് എന്ന് പറയില്ല, ടു നൈറ്റ് എന്ന് പറയാം കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ താല്പര്യങ്ങൾക്കാണ് ഐഡ് റാദർ എന്ന് പറഞ്ഞാൽ
താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഐഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഐഡ് റാദർ ടോക്ക് അബൌട്ട് ദ വെദർ. കാലാവസ്ഥയെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഐഡ് റാദർ ടോക്ക് അബൌട്ട് ദ വെദർ. മറ്റതിനെ കുറിച്ച് ഐഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഐഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ടോക്ക് അല്ല, ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഐ പ്രിഫർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഐ പ്രിഫർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറയുന്നത് അതേപോലെയാണ് ഐഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ വളരെ കോമൺ ആണ്. നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ശീലമാവും അത്. യു വിൽ ബി യൂസ് ടു ടോക്കിംഗ് ലൈക്ക് ദിസ്. ഐഡ് റാദർ കഴിഞ്ഞിട്ട് ഡു ദിസ്. ഐഡ് റാദർ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐഡ് റാദർ ഹാവ് ലഞ്ച് ഫ്രം ദിസ് റെസ്റ്റോറൻറ്റ്. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ ഉപയോഗിച്ച് ഒരു കോൺവെർസേഷൻ നോക്കിയാലോ. ഒരു ഹസ്ബൻഡ് പറയാണ്, ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യട്ടെ. നമുക്കത് ബുക്ക് ചെയ്യണോ ചോദിക്കുകയാണ്. ചെയ്യണമെന്ന് ചോദിക്കണമെങ്കിൽ ഷുഡ് വി ഡു ഇറ്റ്? ഷുഡ് വി ബുക്ക് ദാറ്റ് ഹോട്ടൽ? ഷുഡ് വി ബുക്ക് ദാറ്റ് ഹോട്ടൽ? ഇപ്പോൾ ഭാര്യ പറയാണ്, എൻ്റെ താല്പര്യം കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ്. ഐഡ് റാദർ വെയിറ്റ് എ ബിറ്റ്. ടു ബി ഓണസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ പറയാം. TBH എന്ന് നമ്മൾ പൊതുവെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ പറയും TBH. അത് ടു ബി ഓണസ്റ്റ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എൻ്റെ താല്പര്യം കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാന്നാണ്. ഐഡ് റാദർ വെയിറ്റ് എ ബിറ്റ്. എ ബിറ്റ് എന്ന് വെച്ചാൽ ഇത്തിരി. എനിക്ക് താല്പര്യം ഇത്തിരി വെയിറ്റ് ചെയ്യാനാണ്. ഐഡ് റാദർ വെയിറ്റ് എ ബിറ്റ്. കാരണം എന്താ, ഭയങ്കര വിലയാണ്. പ്രൈസസ് ആർ ക്രേസി റൈറ്റ് നൗ. ആ വിലയൊക്കെ എന്തൊരു വിലയാണ്. ദ പ്രൈസസ് ആർ ക്രേസി റൈറ്റ് നൗ. അപ്പോൾ വൈഫ് പറയാണ്, നമ്മളിപ്പോൾ ഓടിക്കഴിച്ചത് ബുക്ക് ചെയ്ത് കൂടുതൽ കാശ് പേ ചെയ്യുന്നതിൽ ഒരർത്ഥമൊന്നുമില്ല. ദർസ് നോ പോയിന്റ് ഇൻ റഷിങ് ഇറ്റ്. അല്ലെ, പെട്ടെന്ന് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. ദർസ് നോ പോയിന്റ് ഇൻ റഷിങ് ഇറ്റ് ആൻഡ് ഓവർ പേയിങ്. എന്നിട്ട് കൂടുതൽ കാശ് കൊടുത്തിരുന്ന കാര്യം. ദർസ് നോ പോയിന്റ് ഇൻ റഷിങ് ഇറ്റ് ആൻഡ് ഓവർ പേയിങ്. ഹസ്ബൻഡ് പറയാണ്, എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ടൊരു സന്തോഷം ഇങ്ങനെ എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. എങ്ങനെ? ഐ കാൺട്ട് ഹെൽപ്പ് ഗെറ്റിംഗ് എക്സൈറ്റഡ് ദോ. ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് അവിടെ എന്ത് രസമായിരിക്കും. ഐ കാൺട്ട് ഹെൽപ്പ് ഗെറ്റിംഗ് എക്സൈറ്റഡ് ദോ. ബുക്കൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ആവേശം കൊള്ളാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു ആ ഹോട്ടൽ ഫുള്ളി ബുക്ക്ഡ് ആണെന്ന്. ഓൾറെഡി ഐ തോട്ട് ഇറ്റ് വാസ് ഫുള്ളി ബുക്ക്ഡ് ഓൾറെഡി. അത് ഫുള്ളി ബുക്ക്ഡ് ആയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ വിചാരം അങ്ങനെയാണ്. നോക്കുമ്പോൾ എന്താ, നമ്മൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ കുറച്ച് നല്ല ഡീൽസ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെതിരെയാണ്. അപ്പോൾ ഇറ്റ് ടേൺസ് ഔട്ട് ദർ ആർ സ്റ്റിൽ സം ഗുഡ് ഡീൽസ് ഇഫ് വി ആർ ഫ്ലെക്സിബിൾ. നമുക്ക് ഇന്ന ദിവസം പോകണമെന്നൊന്നും അങ്ങനെ ഒരു ഷാട്ടിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഇറ്റ് ടേൺസ് ഔട്ട് ദർ ആർ സ്റ്റിൽ സം ഗുഡ് ഡീൽസ്. നല്ല ഡീൽസ് കുറച്ചെണ്ണം ഉണ്ട് ഇഫ് വി ആർ ഫ്ലെക്സിബിൾ. അപ്പോൾ പാർട്ട്ണർ പറയാണ്, എനിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് ശീലമായി. എങ്ങനെ പറയാ, ശീലമാകുമ്പോൾ ഐ എം യൂസ് ടു പ്ലാനിങ് തിങ്സ് ഏർലി നൗ. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ശീലമായി. എല്ലാ കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വെക്കണം, ലേറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഐ എം യൂസ് ടു പ്ലാനിങ് തിങ്സ് ഏർലി നൗ. നമ്മൾ പഠിച്ച ഫ്രേസസ് ഒക്കെ വന്നിട്ടില്ലേ, കണ്ടോ? സാധാരണ കോൺവെർസേഷൻസിൽ നമ്മളിപ്പോൾ എത്ര ഫ്രേസസ് പഠിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് റിവൈസ് ചെയ്താലോ. ആദ്യം പഠിച്ചെന്താ, ഒരു പൊലൈറ്റ് റിക്വസ്റ്റ് എങ്ങനെ ചെയ്യുക, കുഡ് യു പ്ലീസ് ഡു ദിസ്, അല്ലേ? ഒരു പെർമിഷൻ ചോദിക്കണമെങ്കിലോ, ഡു യു മൈൻഡ് ഇഫ് എന്ന് പറഞ്ഞിട്ട്, ഡു യു മൈൻഡ് ഇഫ് ഐ ഡു ദിസ്. പാസ്റ്റ് ഹാബിറ്റ് പറയണമെങ്കിൽ പണ്ടിങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയല്ല, ഐ യൂസ് ടു ഡു ഇറ്റ്, അല്ലേ? കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ്, ഐ ഹവ് ബിൻ വെച്ചിട്ടാണ് പറയുക, അല്ലേ? ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് ഇങ്ങനെയാണ്. ഐ ഹവ് ബിൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഫോർ 6 years. I have been watching Vinny's videos for 3 years now. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ ഐ എം ഗോണ. ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് വേറെ ആളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഡു യു വോണ്ട് ടു, അല്ലെങ്കിൽ ഡു യു വോണ. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഹാവിങ് സൂഷി നൗ, അല്ലേ? എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊരു ഐഡിയ കിട്ടുന്നതെങ്കിൽ വൈ എന്ന് പകരം ഹൗ കം, അല്ലേ? എനിക്ക് ഇന്നൊരു കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഐ എം ഇൻ ടു ബേക്കിംഗ്. ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടി ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു ഡു ദിസ് വെൻ ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു ലീവ് വെൻ യു കോൾഡ്. എനിക്കത്ര ഉറപ്പില്ല, അല്ലെങ്കിൽ എനിക്കത് അത്ര വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഐ എം നോട്ട് റിയലി ഷുവർ ഇഫ് എന്ന് പറഞ്ഞിട്ട് ലക്ഷണം കണ്ടിട്ട് ഇങ്ങനെയാന്ന് തോന്നുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാം, ദ തിങ് ഇസ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. അവസാനം ഇങ്ങനെയായി. അവസാനം ഞാൻ
വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ഐ എൻഡഡ് അപ്പ് സ്റ്റേയിങ് അറ്റ് ഹോം. ഐ എൻഡഡ് അപ്പ് അല്ലേ. ഇന്ന് പഠിച്ചെന്താ? എൻ്റെ ഒരു താല്പര്യം എങ്ങനെയാ? ഐഡ് റാദർ സ്റ്റേ ഹോം. ഐഡ് റാദർ അല്ലേ. എനിക്ക് ശീലമായി. ഐ എം യൂസ് ടു ഡൂയിങ് ഇറ്റ്. ഐ എം യൂസ് ടു സ്റ്റേയിങ് ഹോം. അതിലൊന്നും കാര്യമില്ല. ദർസ് നോ പോയിന്റ് ഇൻ സ്റ്റേയിങ് ഹോം. വീട്ടിൽ നിന്നിട്ടൊരു കാര്യമില്ല. എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്. ഐ കാൺട്ട് ഹെൽപ്പ് സ്റ്റേയിങ് ഹോം. എനിക്ക് വീട് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇവിടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. ഐ കാൺട്ട് ഹെൽപ്പ് സ്റ്റേയിങ് ഹോം. അവൾ വീട്ടിൽ നിൽക്കുന്നില്ല എന്നല്ലൊക്കെ പറഞ്ഞത്. അവസാനം അവൾ വീട്ടിലാണ് നിന്നത്. ഇറ്റ് ടേൺസ് ഔട്ട് ഷീ സ്റ്റേഡ് ഹോം അല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ആകുമ്പോൾ ഇറ്റ് ടേൺസ് ഔട്ട്. അപ്പോൾ ഹോംവർക്ക് തരട്ടെ. ഇന്ന് എനിക്ക് വീട്ടിൽ നിൽക്കുന്നതാണ് കൂടുതൽ താല്പര്യം. എങ്ങനെ പറയാ? ഐഡ് റാദർ വെച്ച് പറയൂ. ഓക്കെ, വീട്ടിൽ നിൽക്കുന്നതാണ് ഇന്ന് എനിക്ക് കൂടുതൽ താല്പര്യം. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ശീലമായി. വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. ടയേർഡാവുമ്പോൾ വീട്ടിൽ നിൽക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഐ കാൺട്ട് ഹെൽപ്പ് വെച്ച് പറയണേ. വീട്ടിൽ നിൽക്കുന്നൊക്കെയല്ലേ അവൾ പറഞ്ഞത്. അവസാനം അവൾ വീട്ടിൽ നിന്നില്ല. ഇറ്റ് ടേൺസ് ഔട്ട് എന്ന് വെച്ച് പറയണേ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഫ്രേസസ് യൂസ്ഫുൾ ആവുന്നു എന്ന് കമൻറ്റിൽ പറയാറുണ്ട്. അത് അറിയുമ്പോൾ സന്തോഷമുണ്ട്. കൂടുതൽ വീഡിയോ ആയിട്ട് വരാം. ഇതിപ്പോൾ 9th ലെസണാണ്. എന്തായാലും 10 ലെസൺസ് ഞാൻ ഈ സീരീസ് എന്തായാലും ചെയ്യും. ഇത് കഴിഞ്ഞ് ഞാൻ ഇത്രയും ലോങ് വീഡിയോസ് അല്ലാണ്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ, ഫ്രേസസിൻ്റെ തന്നെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.